വലിയ ആരോപണമാണ് കെ വി അബ്ദുൽ ഖാദർ. CPM തൃശൂർ BJPക്ക് കൊടുത്തു എന്ന മട്ടിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. പല തവണയായി വന്നിട്ടുള്ള ആരോപണങ്ങൾ. ഇപ്പോൾ മേയറുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന പരാതികളുമുണ്ട്. ഇപ്പോൾ അവർ ഒരുമിച്ച് തന്നെ വേദികളിൽ പരസ്പരം പുകഴ്ത്തിക്കൊണ്ടുവരുന്ന ഘട്ടം. മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP സ്ഥാനാർത്ഥിയാകുന്നു ഈ മേയർ എന്നുള്ള വർത്തമാനം തൃശൂരിൽ സജീവമായി നിൽക്കുന്നുമുണ്ട്. ശ്രീ അനിലക്കരയുടെ ചർച്ച ഞാൻ കേൾക്കുകയായിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് നില പരിശോധിക്കുന്ന ആർക്കും ശ്രീ അനിലക്കരയുടെ വാദമുഖങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ ചില ആളുകളും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ തുടർച്ചയായി എടുത്തുകൊണ്ടിരുന്ന ഒരു സ്ട്രാറ്റജി പ്രോ BJP ആണ്. അത് വളരെ കൃത്യമാണ്. അതിനെ മറയിടാൻ വേണ്ടി CPIM BJP അന്തർധാര എന്ന പച്ചക്കള്ളം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും കെട്ടി എഴുന്നള്ളിക്കാനുള്ള നിലപാടുകൾ അവരെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. എന്നാൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടിംഗ് നില നിങ്ങൾ പരിശോധിച്ചാൽ ആര് തമ്മിലായിരുന്നു അന്തർധാര എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. കോൺഗ്രസിന്റെ ഏകദേശം 90,000-ൽ താഴെ വോട്ടുകൾ കാണാനില്ല. എവിടെ പോയി? വളരെ വ്യക്തമായി കോൺഗ്രസ് ആയിരുന്ന പലരും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മാറി ചെയ്തു എന്നുള്ളത് ഞങ്ങൾ പറയുന്ന കാര്യം മാത്രമല്ല, DCCയിലെ കൂട്ടയടി അത് വ്യക്തമാക്കിയതല്ലേ. ഇതൊന്നും ആർക്കും അറിയില്ല എന്നുള്ള മട്ടിൽ ചാനലിൽ വന്നിരുന്ന അനിലക്കര തട്ടിവിടുമ്പോ ശ്രീ അനിൽ എന്തിനാ DCC ഓഫീസിലെ കൂട്ടയടി? കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കാലുവാരിയതിലുള്ള പ്രതിഷേധം DCC പ്രസിഡന്റ് സാന്നിധ്യത്തിൽ തമ്മിലടിക്കുകയും DCC പ്രസിഡന്റ് തന്നെ ഈ ഒരു കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായി. എന്തിനാ നിങ്ങൾ DC പ്രസിഡന്റിനെ മാറ്റിയത്? എന്തിനാ നിങ്ങൾ M വിൻസെന്റിനെ UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ നിലപാട് കോൺഗ്രസ് എടുത്തു, ഔദ്യോഗികമായിട്ട് തന്നെ എന്ന് വ്യക്തമാക്കപ്പെട്ടപ്പോഴല്ലേ അവരെ മാറ്റാൻ നിർബന്ധിതമായത്. നിങ്ങൾ വന്നിരുന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിച്ചാൽ ചാനലിൽ 2 ദിവസം കൂടും, പക്ഷെ ജനങ്ങൾക്കറിയാം ഇതിന്റെ വസ്തുത എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ തൃശ്ശൂരിലെ CPM BJP അന്തർധാര, അതിന്റെ ടൂളായിട്ട് മേയർ എന്നൊക്കെ പറയുന്ന ഈ പൊയ്വെടി ഇനിയും ഓടില്ല മിസ്റ്റർ അനിൽ. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, താങ്കൾ പറഞ്ഞ ഘടകങ്ങൾ തൃശ്ശൂരിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മേയർ എടുത്തിരിക്കുന്ന പരസ്യമായ പ്രതികരണമാണ്. അത് LDF പിന്തുണയുള്ള സ്വതന്ത്ര മേയറാണ്. ആ മേയർ ഇപ്പോൾ LDFിൻ്റെ പിന്തുണ വേണ്ടാത്ത രീതിയിലേക്ക് മാറുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ മനസ്സിലാക്കൽ? തുടർച്ചയായി സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലായാലും തെരഞ്ഞെടുപ്പിന് ശേഷമായാലും അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങളിൽ നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പക്ഷേ CPIക്ക് സംശയമുണ്ട്. അല്ല, അതിലേക്ക് ഞാൻ വരാം. ഇവിടെ അനിലക്കരെ സംസാരിച്ചത് ഈ വിഷയത്തിൽ ഊന്നിയിട്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളിലേക്ക് ആദ്യം പോയത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മേയറുടെ ചില പ്രസ്താവനകൾ ആ തരത്തിൽ വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹം അത് പിന്നീട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്ന് ആ ഘട്ടത്തിൽ തന്നെ തിരുത്തി പറയുകയും ചെയ്തു. ഇന്ന് ഏത് ചടങ്ങിലാണ് അവർ രണ്ടുപേരും ഒന്നിച്ച് പങ്കെടുത്തത് എനിക്കറിയില്ല. ഏതെങ്കിലും ഒഫീഷ്യൽ ചടങ്ങിലാണോ എനിക്കറിയില്ല. ഞാൻ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തിട്ടില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന്റെ കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് വളരെ വളരെ വ്യക്തവുമാണ്. ഞങ്ങൾ 4 വോട്ടിന് വേണ്ടി ഞങ്ങളുടെ നിലപാട് ഒരു ഘട്ടത്തിലും അടിയറ വെച്ചിട്ടില്ല. BJPയുടെ നിലപാടിനെതിരായിട്ട്, BJPയുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ട് അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാനത്തിലുമെല്ലാം ശരിയായ നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ തൃശ്ശൂരിലെ മേയറുടെ പ്രസ്താവനയെ പിടിച്ച് ഇതാ കിട്ടി ഒരു ആയുധം എന്ന മട്ടിൽ വരുന്നതിന് വലിയ അർത്ഥമില്ല. എന്താണ് മേയർ പറഞ്ഞത് എന്ന് നാളെ അദ്ദേഹം വ്യക്തമാക്കും. അദ്ദേഹം ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത്? ഈ ജനപ്രതിനിധികളുടെ ഫണ്ട് കോർപ്പറേഷന്റെ പരിപാടിയാണ് കേട്ടോ. ഈ പരിപാടി കോർപ്പറേഷന്റെ 53-ാം ഡിവിഷൻ അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രം റോഡിലുള്ള അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഉദ്ഘാടനമാണ്.
യെസ്, കോർപ്പറേഷൻ പരിപാടി. ഈ രണ്ട് ജനപ്രതിനിധികൾ ഒരു യോഗത്തിൽ ഒന്നിച്ച് പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിപ്പോ ഞങ്ങളെല്ലാം കോൺഗ്രസ് ആയാലും BJP ആയാലും ജനപ്രതിനിധികൾ അല്ല, അദ്ദേഹം ഇപ്പോൾ MP മാത്രമല്ലല്ലോ, സഹമന്ത്രി കൂടിയാണല്ലോ. ആണല്ലോ, അതെ ഞാൻ പറയുന്നത്. അല്ല, പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല ശ്രീ KV അബ്ദുൽ ഖാദർ, പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല, തുടർച്ചയായി പരസ്പരം പുകഴ്ത്തുന്നു എന്നുള്ളിടത്താണ് CPIക്ക് സംശയം വരുന്നത്. സ്മൃതി, ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഈ ഒഫീഷ്യൽ പരിപാടിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ജനപ്രതിനിധികൾ വികസന കാര്യത്തിൽ ഒന്നിച്ച് നിലപാട് സ്വീകരിക്കുന്നതിലും എന്തെങ്കിലും അപാകതയുള്ളതായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന BJP മന്ത്രിമാരോട് സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും നിവേദനങ്ങളായിട്ട് പോകും, ഒന്നിച്ചു പോകും. ചില കാര്യങ്ങൾ അനുവദിച്ചാൽ ആ കാര്യങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയും. അത് കേവല രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കി കാണേണ്ട കാര്യമല്ല. അതുകൊണ്ട് രണ്ട് രാഷ്ട്രീയ തലത്തിൽ നിൽക്കുന്ന ആളുകൾ ഒരു ചടങ്ങിൽ ഒന്നിച്ച് പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടോ അവിടെ വികസന കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് കൊണ്ടോ അതിൽ രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് CPIക്ക് അങ്ങനെ തോന്നാത്തത് ശ്രീ അബ്ദുൽ ഖാദർ? അല്ല, ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് CPIയും CPIയും തീർച്ചയായും രണ്ട് പാർട്ടികളാണ്. രണ്ട് പാർട്ടികൾക്കും ഓരോ വിഷയങ്ങളും നിലപാടുകൾ ഉണ്ടാവാം. ഒന്നിച്ച് ഇപ്പൊ ഞാൻ LDFന്റെ കൺവീനറാണ്, ജില്ലാ കൺവീനറാണ്. അത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേക്കുറിച്ച് ഒന്നിച്ച് സംസാരിച്ച് ഒരു നിലപാടെടുക്കും. അപ്പോൾ അവിടുത്തെ CPIയുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നല്ലോ, അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായമുണ്ട്. ഈ മേയറുമായി ബന്ധപ്പെട്ട് ആ മേയർ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത് എന്ന് തന്നെ യോഗത്തിൽ അഭിപ്രായപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അല്ല, ഓരോ പാർട്ടികളുടെ നിലപാടാണല്ലോ പ്രധാനം. CPIയും CPI പാർട്ടികൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തും. ഏതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ MP അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ഓരോ സ്ഥലത്തും ജനപ്രതിനിധികളായി പോകുന്ന ആളുകൾക്ക് ആ മണ്ഡലത്തിൽ ഫണ്ടുകൾ അനുവദിക്കണമല്ലോ. രാഷ്ട്രീയം വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് കേന്ദ്ര ഫണ്ട് വേണ്ട തൃശ്ശൂരിൽ, കേരളത്തിൽ എന്ന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറയണമെന്നല്ല, പറയാൻ പറ്റില്ല. വേറെ ഒരു MPയുടെയും ഉപയോഗിച്ചിട്ടില്ല എന്ന മട്ടിൽ മേയർ കരുതുന്നുണ്ടോ? മേയർ അത്തരത്തിൽ ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് വികസനത്തിന് വേണ്ടി കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷക്കനുസരിച്ച് ഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഭാവി നമ്മൾ കാണേണ്ട കാര്യമാണ്. മുൻവിധി ഒരു ഫണ്ടും കിട്ടില്ല എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുമോ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.